നമസ്കാരം. നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് നമ്മുടെ ഭാരതം വലിയ നേട്ടങ്ങളാണ് കൈവരിക്കുന്നത്. മറ്റ് ലോക രാജ്യങ്ങൾക്ക് മുൻപിൽ ഇന്ന് ഭാരതത്തിന് കിട്ടുന്ന അംഗീകാരം അതിന്റെ വ്യക്തമായ ഒരു തെളിവ് തന്നെയാണ്. ഇപ്പോഴിതാ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഭാരതം വലിയ വളർച്ചയാണ് നേടിയതെന്ന CNN പ്രത്യേക റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഭാരതത്തിന് സൂപ്പർ ശക്തിയാകാൻ കഴിയുമോ എന്ന തലക്കെട്ടിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് രാജ്യത്തിന്റെ നേട്ടങ്ങൾ നിരത്തിയിരിക്കുന്നത്. രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തെ നയിക്കാൻ 5 വർഷം കൂടി നരേന്ദ്രമോദിക്ക് നൽകുമെന്ന പ്രതീക്ഷയിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ജനങ്ങൾ വോട്ടിട്ട് തുടങ്ങിയിരിക്കുകയാണ്. നിക്ഷേപകർക്കും ഉപഭോക്തൃ ബ്രാൻഡുകൾക്കും വലിയ റിസ്ക് ഇല്ലാത്തതും വളർച്ചയ്ക്ക് ഉതകുന്നതും അതോടൊപ്പം ചൈനയ്ക്കുള്ള യഥാർത്ഥ ബദൽ തന്നെയാണ് മോദിയുടെ നേതൃത്വത്തിൽ 21ാം നൂറ്റാണ്ടിലെ വൻ സാമ്പത്തിക ശക്തിയാകാനൊരുങ്ങുന്ന നമ്മുടെ ഭാരതം. ചൈനയും പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള ബന്ധം കൂടുതൽ മോശമാകുന്ന സാഹചര്യത്തിൽ ലോകത്തെ വൻ സാമ്പത്തിക ശക്തികളുമായി ഭാരതത്തിന് ഇന്ന് നല്ല ബന്ധമാണുള്ളത്. കൂടാതെ രാജ്യത്ത് ഫാക്ടറികൾ സ്ഥാപിക്കാൻ ഭാരതം വലിയ കമ്പനികളെ പാട്ടിലാക്കി വരികയുമാണ്. 2014 മോദി അധികാരത്തിൽ വന്ന ശേഷം 2023 ഭാരതം 3.7 ട്രില്യണിന്റെ സമ്പദ് വ്യവസ്ഥയായി മാറിയിരുന്നു. അതോടൊപ്പം ഭാരതം ലോകത്തെ 5ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറുകയും ചെയ്തു. 2014നും 2023നും ഇടയ്ക്ക് ഭാരതത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനം 55% വളർന്നത്. മറ്റ് പ്രധാന സമ്പദ് വ്യവസ്ഥകളുമായി താരതമ്യം ചെയ്താൽ GDPയിൽ ഏറ്റവും കൂടുതൽ വളർച്ചയുണ്ടായ രാജ്യമാണ് നമ്മുടെ ഭാരതം. 2014നും 2023നും ഇടയ്ക്ക് US-ന് GDP 54%, ചൈനയുടേത് 68% വളർന്നപ്പോൾ ഭാരതത്തിൻ്റെത് 83% വളർന്നത്. ജർമ്മനി 14%, ജപ്പാൻ -14%, ബ്രിട്ടൻ 9%, ഫ്രാൻസ് 7%, ഇറ്റലി 1% എന്നിങ്ങനെയാണ് മറ്റു രാജ്യങ്ങളുടെ വളർച്ച. വരും വർഷങ്ങളിൽ നമ്മുടെ ഭാരതത്തിന്റെ വാർഷിക GDP കുറഞ്ഞത് 6% വളരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സൂപ്പർ പവർ ആകാൻ ഭാരതത്തിന് 8% വളർച്ചയാണ് ലക്ഷ്യമിടുന്നത്. 2027 ഭാരതം US-നും ചൈനയ്ക്കും പിന്നിൽ 3ാമത്തെ സാമ്പത്തിക ശക്തിയാകുമെന്നാണ് സാമ്പത്തിക നിരീക്ഷകർ പോലും പ്രവചിക്കുന്നത്. GDP വർദ്ധിപ്പിച്ചാൽ ഇത് നിഷ്പ്രയാസം നേടാനാകുമെന്നും സാമ്പത്തിക നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. അതോടൊപ്പം കോടികൾ ചിലവിട്ട് മുൻപ് ചൈന ചെയ്തതുപോലെ ഭാരതം റോഡ്, പാലം, റെയിൽവേ, വിമാനത്താവളങ്ങൾ എന്നീ അടിസ്ഥാന സൗകര്യങ്ങളിൽ വലിയ വികസനമാണ് കൊണ്ടുവരുന്നത്. കൂടാതെ ഭാരതത്തിലെ സ്വകാര്യ നിക്ഷേപകർ ലോകത്തെ ഏറ്റവും വലിയ ഹരിതോർജ പ്ലാന്റ് നിർമ്മിക്കുകയും ചെയ്യുന്നു. സാമ്പത്തിക വികസനം ലക്ഷ്യമിട്ട് അടിസ്ഥാന സൗകര്യങ്ങൾ മാറ്റം കൊണ്ടുവരാൻ മാത്രം കേന്ദ്ര സർക്കാർ ഈ ബജറ്റിൽ $134 ബില്യൺ മാറ്റിവച്ചിരിക്കുന്നത്. എന്തായാലും ഇതിന്റെ ഫലം ഇപ്പോൾ കാണാനുമുണ്ട്. എന്നാൽ അതിവേഗമാണ് അടിസ്ഥാന സൗകര്യ നിർമ്മാണങ്ങൾ ഭാരതത്തിൽ നടക്കുന്നത്. 55,000 കിലോമീറ്റർ ദേശീയപാതയാണ് 10 വർഷം കൊണ്ട് നരേന്ദ്രമോദി സർക്കാർ പൂർത്തിയാക്കിയത്. അതായത് മൊത്തമുള്ള ദേശീയപാതകളുടെ നീളത്തിൽ 60% വർധനവ്. അതേസമയം ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യത്തിലും വലിയ വികസനമാണ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നമ്മുടെ ഭാരതത്തിൽ ഉണ്ടായത്. അതിനുദാഹരണം ആധാർ. ലോകത്ത് ഏറ്റവും വലിയ ബയോമെട്രിക് ഡേറ്റയാണ് ഇന്ന് ഭാരതത്തിനുള്ളത്. ഇതുവഴി അഴിമതി കുറയ്ക്കാനും ക്ഷേമ പ്രവർത്തനങ്ങൾ നേരിട്ട് ജനങ്ങളിൽ എത്തിക്കാനും സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം UPA വഴിയുള്ള സാമ്പത്തിക ഇടപാടുകളും വ്യാപകമായി. സമൂഹത്തിലെ എല്ലാ തുറകളിലുമുള്ളവർ, കാപ്പിക്കടക്കാർ മുതൽ യാചകർ വരെ QR കോഡ് ഉപയോഗിച്ചും സ്കാൻ ചെയ്തും സാമ്പത്തിക ഇടപാടുകൾ ഇപ്പോൾ നടത്തുകയാണ്. ഇതുവഴി ഔദ്യോഗിക സമ്പദ് വ്യവസ്ഥയിലേക്ക് കോടാനുകോടികളാണ് ഇന്നൊഴുകുന്നത്. അതേസമയം പഴയ രീതിയിലായിരുന്നുവെങ്കിൽ 47 വർഷം എടുക്കാമായിരുന്നതാണ്
നരേന്ദ്രമോദി ഭരണത്തിൽ വെറും 8 വർഷം കൊണ്ട് നേടിയതെന്നും ലേഖനത്തിൽ എടുത്തു പറയുന്നു. കൂടാതെ ഭാരതത്തിന്റെ വളർച്ച ഓഹരി വിപണിയിലും ദൃശ്യമാണ്. ഓഹരി വിപണിയിൽ റെക്കോർഡുകളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ മൂല്യം കഴിഞ്ഞ വർഷം $4 ട്രില്യൺ മാറി. ഇന്ന് ഭാരതം ലോകത്തെ ഏറ്റവും വലിയ 6ാമത്തെ ഓഹരി വിപണിയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ വളർച്ചയുള്ള ഓഹരി വിപണിയാണ് ഇപ്പോൾ ഭാരതത്തിലുള്ളത്. അതിനാൽ തന്നെ വൻകിട കമ്പനികൾ ഭാരതത്തിലേക്ക് എത്തുകയാണ്. ആപ്പിളും ഫോക്സ്കോണും അടക്കമുള്ള കമ്പനികളും ഭാരതത്തിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുന്നു. ഇലോൺ മസ്കിന്റെ ടെസ്ലയും ഭാരതത്തിൽ വരുന്നു. 2023 ലോകത്തുണ്ടാക്കിയ ഐഫോണുകളുടെ 11% നിർമ്മിച്ചത് നമ്മുടെ ഈ ഭാരതത്തിലായിരുന്നു. എന്തായാലും നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ വളരെ അത്ഭുതപൂർവമായ വളർച്ച തന്നെയാണ് നേടിയിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.